പാലക്കാട്ടെ ഒരു ചിത്രകാരൻ അദ്ദേഹം വരച്ച ചിത്രം വിറ്റുപോയത് എത്ര രൂപയ്ക്കാണെന്നറിയാവോ? 45 ലക്ഷം രൂപയ്ക്ക്. വാട്ടർ കളർ ഉപയോഗിച്ച് വരച്ച ചിത്രത്തിനാണ് ഇത്രയധികം പണം ലഭിച്ചിരിക്കുന്നത്. പാലക്കാട്ടുള്ള ആർട്ടിസ്റ്റായ സുജിത്തിനെ നമുക്ക് പരിചയപ്പെടാം. വെള്ളത്തിൽ ചായം ചാലിച്ചുള്ള വര. മനസ്സിടയ്ക്കൊന്ന് തെറ്റിയാൽ ചിത്രം വെറുതെയാകും. മനസ്സിനെ ക്യാൻവാസിലേക്ക് ഇണക്കണം. അനുസരണയില്ലാതെ ഓടിപ്പരക്കുന്ന വെള്ളത്തെ വരച്ചൊതുക്കുക എളുപ്പമല്ല. ഓയിൽ പെയിന്റിങ്ങിനുപരി വാട്ടർ കളർ ഒരു ആർട്ടിസ്റ്റിന് ചലഞ്ചിങ് ആണ്. ആ വെല്ലുവിളിയിലെ ഹരമാണ് സുജിത്ത് വാട്ടർ കളറിൽ ശ്രദ്ധ കൂട്ടാൻ കാരണം. പലതരം ആക്സിഡൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പലതരം ആക്സിഡൻസ് പലപ്പോഴും നമുക്ക് വേറെ തരത്തിൽ ഒരുതരം റിവലേഷൻ പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും പുറത്തുകൊണ്ടുവരാൻ ആ മീഡിയം എന്നെ സഹായിച്ചു. അങ്ങനെയാണ് ഞാൻ ശരിക്കും വാട്ടർ കളറിൽ കുറച്ച് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. 2016 ഈ ചിത്രം പൂർത്തിയാക്കിയത്. മുംബൈയിലെ സാക്ഷി ഗാലറിയിൽ വെച്ച് ചിത്രം ഒരാൾ വാങ്ങി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മോഹവിലയ്ക്ക് വിറ്റുപോയത്. വളരെ ചെറിയ പ്രതീക്ഷകളും കൊണ്ട് പോയതാണ് പെയിൻറ് ചെയ്യുക എന്നുള്ള അതിയായ ആഗ്രഹമാണ് നമ്മളെ ഇതിലെത്തിച്ചത്. അല്ലാണ്ട് എനിക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡിനെ കുറിച്ച് അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല ഒരു സമയം വരെ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ വ്യൂസ് ഉണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകളെ, അതായത് പ്രത്യേകിച്ച് ഈ വരയ്ക്കുന്നവരോട് എനിക്ക് എപ്പോഴും വലിയൊരു അസൂയാണ്. കാരണം എനിക്കൊട്ടും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കഴിവ് ഈ വരയ്ക്കാനുള്ളൊരു കഴിവാണ്. എനിക്ക് ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പോലും നേരെ എനിക്ക് വളയാതെ വരയ്ക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇവരോട് എപ്പോഴും വലിയൊരു എനിക്ക് ആരാധനയ്ക്കപ്പുറം ഇവരോടൊക്കെ അസൂയാണ്. കാരണം ഇവർക്ക് ഇത്രയും മനോഹരമായിട്ടൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ സുജിത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഗോകുലെ? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുജിത്തിന് ഈ 45 ലക്ഷം രൂപ നേരിട്ട് ലഭിക്കുകയല്ല. സുജിത്ത് 2017 വിറ്റുപോയൊരു ചിത്രമാണ്. അതിന് സാക്ഷി ഗാലറിയിൽ ഒരാൾ വാങ്ങി. അവിടെ നിന്ന് അയാളാണ് ഈ 45 ലക്ഷം രൂപയ്ക്ക് ഈ ചിത്രം വിറ്റത്. പക്ഷെ ഇതിലേറ്റവും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചിത്രം വരയിലേക്കൊക്കെ കിടക്കുന്നവർക്ക്, ആ ഒരു മേഖല തൊഴിലായി എടുക്കുന്നവരൊക്കെ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന്. ഈ പടം വരച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ലടാ എന്ന് പറയുന്ന നിരവധി പേരുണ്ടാവും. അപ്പോൾ അവർക്കുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വാർത്ത. 45 ലക്ഷം രൂപയാണ് ഒരു ചിത്രം വിറ്റുപോയപ്പോൾ ലഭിക്കുന്നത്. വാട്ടർ കളർ എന്നുള്ള പറയുന്ന രീതി കേരളത്തിലൊന്നും അത്രമാത്രം ഈ പറയുന്ന ഒരു പ്രൊഫഷണലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് എങ്കിൽ തന്നെ ആ രീതിയിൽ സീരിയസ് ആയി കാണുന്നതല്ല. പക്ഷേ അവിടെയും ഇത്തരത്തിൽ 45 ലക്ഷം രൂപ ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ തന്നെ അത്രയധികം സാധ്യതകൾ ഇതിനുണ്ട് എന്നുള്ളതൊക്കെ തന്നെ നമ്മളുടെ സമൂഹം അറിയേണ്ടതാണ്. അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്ന ഇനിയുള്ള നിരവധി ചെറുപ്പക്കാരും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷേ അവർക്ക് തന്നെ ജീവിതത്തിൻ്റെ ചെലവുകൾ ഭയന്ന് ഇതിൽ നിന്ന് മാറുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു പ്രചോദനമാണ്. ഇത്രയധികം രൂപയ്ക്ക് വരെ ചിത്രങ്ങൾ വാങ്ങാൻ ആളുകളുണ്ട്. അത്ര വലിയ അവസരം കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. ഇപ്പോൾ എനിക്കും ഇത്തരത്തിൽ തന്നെ വരയ്ക്കും കഴിവുള്ളവരോടൊക്കെ തന്നെ വളരെ അസൂയയാണ്. ഒരു സ്കെയിൽ വെച്ച് പോലും നേരെ വരയ്ക്കാൻ കഴിയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ തന്നെ അവരോട് അസൂയയാണ്. കാരണം മനോഹരമായൊരു ചിത്രമാണ്. നമുക്ക് ആ ചിത്രം കണ്ടാൽ മനസ്സിലാകും അത്ര ഫിനിഷിങ്ങോടുകൂടിയാണ് അത് തീർത്തിട്ടുള്ളത്. സുജിത്ത് പറയുന്നത് ഒരു കാര്യം, സുജിത്ത് ആദ്യം ഓയിൽ പെയിൻറ്റിങ്ങും ഒക്കെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അക്വറിലിക്കും ഓയിൽ പെയിൻറ്റിങ്ങും അങ്ങനെ ആ രീതിയിലൊക്കെ തന്നെയായിരുന്നു പോരുന്നത്. പക്ഷേ അതൊക്കെ ഫിനിഷിങ് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. അത് സുജിത്തിന് ആ ഒരു എളുപ്പം മടുത്തു. വാട്ടർ കളറിനൊരു ചലഞ്ചുണ്ട്. കാരണം നമ്മൾ ഈ കൃത്യമായ ചായം വെള്ളത്തിൽ ചാലിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിൽക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു കൃത്യമായൊരു ഫിനിഷിങ് അതിന് കിട്ടില്ല. അപ്പോൾ വാട്ടർ കളർ ഉപയോഗിച്ച് ആ ഒരു ഫിനിഷിങ് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു സുജിത്തിൻ്റെ ഓരോ ചിത്രങ്ങളും. അങ്ങനെ അത് കൂടുതൽ മനോഹരമായി, അങ്ങനെ വളരെ മനോഹരമായൊരു ചിത്രം വരച്ചു. ആ ചിത്രത്തിനാണ് അതാദ്യം 2017 സുജിത്ത് വിറ്റു. അതിനുശേഷമാണ് ഇത്രയധികം രൂപയ്ക്ക് ഓൺലൈനിലൂടെ ഈ ഒരു ചിത്രം വിറ്റുപോയത്. ഏകദേശം 45 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ആ ഒരു ചിത്രത്തിന് ലഭിച്ചത്. അത് സുജിത്തിന് വളരെ സന്തോഷമുള്ള കാര്യം. സഫലമായി അതെല്ലാം വിജയം കണ്ടു. അപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്നവർക്കെല്ലാം സുജിത്ത് ഒരു വലിയൊരു പ്രചോദനവും പാഠവും ഒക്കെ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ സുജിത്തിന് ഇനിയും ഒരുപാട് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയട്ടെ.